നമസ്കാരം. മിഥുൻ മാനുവൽ തോമസിന്റെ തിരക്കഥയിൽ വൈശാഖ് സംവിധാനം ചെയ്ത് മമ്മൂട്ടി പ്രധാന വേഷത്തിലെത്തിയ ടർബോ. മമ്മൂട്ടി കമ്പനിയാണ് പ്രൊഡക്ഷൻ എന്നത് തന്നെയാണ് സിനിമയിലേക്ക് ആകർഷിച്ച പ്രധാന കാര്യം എന്നുള്ളത്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ടർബോയെക്കുറിച്ചാണ്. ഒരു ഫാമിലിക്ക് സംഭവിക്കുന്ന അപ്രതീക്ഷിത കാര്യങ്ങളിലൂടെയാണ് ചിത്രം ആരംഭിക്കുന്നത്. പിന്നെ നേരെ ടർബോ ജോസിലേക്ക്. പള്ളി പെരുന്നാളിന് നാട്ടിൽ അടിയൊക്കെ ഉണ്ടാക്കി നടക്കുന്ന ഒരാൾ, അമ്മയുടെ അടുത്ത് മാത്രം അനുസരണയുള്ള ജോസൂട്ടി. അങ്ങനെ നാട്ടിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ മുന്നോട്ട് പോകുന്നു. അതിനിടയിൽ ജോസിന് ചെന്നൈയിലേക്ക് പോകേണ്ടി വരുന്നു. സിനിമയുടെ പ്രധാന ഭാഗങ്ങൾ നടക്കുന്നതും ചെന്നൈയിലാണ്. മാസ് ആക്ഷൻ കോമഡികൾ പിന്തുടരുന്ന അതേ വഴിയിലൂടെ തന്നെയാണ് ടർബോയും സഞ്ചരിക്കുന്നത്. പക്ഷേ എഴുത്തിൽ ഒരു രീതിയിലും ഒരു ഇംപ്രഷൻ കൊണ്ടുവരാൻ പറ്റിയില്ല എന്നത് തന്നെയാണ് സിനിമ നേരിടുന്ന പ്രധാന പ്രശ്നം എന്നുള്ളത്. അവസാനത്തെ ഒരു അരമണിക്കൂറാണ് ആശ്വാസമായി മാറുന്നത്. മമ്മൂട്ടിയെ സംബന്ധിച്ച് ഇതൊരു ചലഞ്ചിങ് റോളായിട്ടൊന്നും പറയാൻ പറ്റില്ല. കാരണം അടിപിടിയൊക്കെ നടക്കുന്ന ഒരു അച്ചായൻ കഥാപാത്രം എന്ന രീതിയിൽ നോക്കിയാൽ ആദ്യം മനസ്സിൽ വരുന്നതും തീർച്ചയായും മമ്മൂട്ടി കഥാപാത്രങ്ങൾ തന്നെയാണ്. ഇവിടെ എത്തുമ്പോൾ സ്ക്രീൻ പ്രസൻസ് എന്നത് നല്ല രീതിയിൽ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ പ്രായത്തിൽ മമ്മൂട്ടി ചെയ്യുന്നു എന്നത് തന്നെയാണ് അതിൻ്റെ ഒരു രസം എന്നുള്ളതും. ഇതിൻ്റെ ഒരു ഫ്ലാഷ് ബാക്ക് സംഭവം ജോസ് പറയുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു. നല്ല ഇമ്പാക്റ്റുള്ള ഒരു സീൻ കൂടിയായിരുന്നു അത്. വെട്രിവേൽ ഷൺമുഖസുന്ദരം എന്ന കഥാപാത്രമായാണ് രാജ്ബി ഷെട്ടി എത്തുന്നത്. ചുരുക്കം സിനിമകൾ കൊണ്ട് തന്നെ കിടിലൻ കഥാപാത്രങ്ങളെ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള ആളാണ് രാജ്ബി ഷെട്ടി. ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ല. ഇവിടെ ആ രീതിയിൽ ഒരു ഗംഭീര പ്രകടനം കഥാപാത്രമൊക്കെ പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും ഒട്ടും സ്ട്രോങ് ആയി എഴുതപ്പെട്ടില്ല എന്ന് തോന്നി. ആ ഘട്ടത്തിലും രാജ്ബി ഷെട്ടി പ്രകടനം കൊണ്ട് മാത്രം ആ കഥാപാത്രത്തെ ലിഫ്റ്റ് ചെയ്യുന്നതും കാണാം. ജോസിന്റെ അമ്മയുടെ കഥാപാത്രമായാണ് ബിന്ദു പണിക്കർ എത്തുന്നത്. നന്നായി തന്നെ ചെയ്തിട്ടുണ്ട്. 2-3 പഞ്ച് ഡയലോഗ്സ് ഒക്കെ രസമായിരുന്നു. സുനിലാണ് മറ്റൊരു പ്രധാന വേഷത്തിലെത്തുന്നത്. ചില കോമഡികളൊക്കെ സിനിമയിൽ വർക്കായിട്ടുണ്ടെന്ന് പറയാം. പക്ഷേ പലപ്പോഴും ആ കഥാപാത്രത്തിന്റെ വരവ് സിനിമയെ സ്മൂത്തായി അല്ല കൊണ്ടുപോകുന്നത്. അഞ്ജന ജയപ്രകാശ് ഇന്ദുലേഖ എന്ന കഥാപാത്രമായിട്ട് എത്തുന്നു. തന്റെ ഭാഗം നന്നായി തന്നെ ചെയ്തിട്ടുണ്ട്. ശബരീഷ്, ജോണി ആന്റണി, അലക്സാണ്ടർ പ്രശാന്ത്, നിശാന്ത് സാഗർ തുടങ്ങിയവരൊക്കെയാണ് ചിത്രത്തിൽ മറ്റ് പ്രധാന വേഷങ്ങളിൽ എത്തിയിരിക്കുന്നത്. ഒരു വലിയ സ്റ്റാർ കാസ്റ്റ് ഉണ്ടായിരുന്നുവെങ്കിലും എഴുത്തിൽ ഈ കഥാപാത്രങ്ങളെ വേണ്ട രീതിയിൽ പരിഗണിച്ചില്ല എന്നതുകൊണ്ട് തന്നെ പലപ്പോഴും ഒരു ഇമ്പാക്റ്റ് സ്ക്രീനിൽ കൊണ്ടുവരാൻ പറ്റുന്നില്ലായിരുന്നു എന്നാണ് ടർബോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. ടെക്നിക്കൽ സൈഡിൽ പശ്ചാത്തല സംഗീതം കിട്ടില്ലായിരുന്നു. അതിൽ തന്നെ വില്ലൻ കഥാപാത്രത്തിന് കൊടുത്തിരിക്കുന്ന ട്രാക്കൊക്കെ കിടു. വൈശാഖിൻ്റെ സിനിമകൾ നോക്കിയാൽ മേക്കിംഗ് തന്നെയാണ് പ്രധാന കാര്യമായി വരാറുള്ളത്. നമ്മളെ കൊണ്ട് കൈയടിപ്പിക്കുന്ന രീതിയിലുള്ള സീക്വൻസുകൾ തന്നെ സ്ക്രീനിൽ കൊണ്ടുവരാറുമുണ്ട്. നമ്മളത് കണ്ടിട്ടുള്ളതാണ് മുന്നേ. ഇവിടെ വൈശാഖിൻ്റെ മേക്കിംഗ് രസകരമായി തോന്നിയത് അവസാനത്തെ ഒരു അരമണിക്കൂറിൽ മാത്രമാണ്. സിനിമ മൊത്തം നോക്കിയാലും ഈ സമയമാണ് ആശ്വാസമാകുന്നതും. കൊമേഴ്ഷ്യൽ മാസ് ആക്ഷൻ സിനിമകൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം ഊഹിക്കാം ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും അടുത്ത ടേൺ എന്നൊക്കെ. അതേ വഴി തന്നെയാണ് ടർബോ പിന്തുടരുന്നതും. അതിനൊപ്പം തന്നെ ജോസിനെ ചെന്നൈയിൽ എത്തിക്കാൻ കാരണമായ സംഭവമാണ്. ആ സംഭവത്തെ മൊത്തത്തിൽ കൺവിൻസിംഗ് ആയി കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. അതിൻ്റെ തുടർച്ചയായി ജെറിയുടെ ലൈഫ് നോക്കുമ്പോൾ കാര്യങ്ങൾ പറയാനുള്ള വഴികൾ എന്ന നിലയിൽ പ്രേക്ഷകന് തന്നെ തോന്നുന്ന കാര്യങ്ങൾ ഒട്ടേറെയുണ്ട്. അതിനെ മറികടന്ന് സ്ക്രീനിലെ കാഴ്ചകൾ കൊണ്ടുവരാനും പറ്റിയിട്ടില്ല. അതായത് കോൺഫ്ലിക്റ്റുകളെ ഇന്നത്തെ കാലത്തെ പ്രേക്ഷകന് മുന്നിലാണ് കൊണ്ടുവരുന്നത് എന്ന രീതിയിൽ അനുഭവപ്പെടാത്ത, പണ്ട് പറഞ്ഞൊക്കെ അതേപോലെ തന്നെ ഇപ്പോഴും പറഞ്ഞു പോകുന്നു. ആവർത്തനമല്ലല്ലോ നമുക്ക് ആവശ്യം. നായകൻ എത്തിച്ചേരുന്ന പ്രതിസന്ധികൾ എന്നതിൽ കാണുന്നവർക്കും അതിനെ ഫീൽ ചെയ്യാൻ പറ്റുമ്പോഴാണ് സിനിമ കുറെ കൂടെ ഇൻട്രസ്റ്റിംഗ് ആവുന്നത്. ഈ ടെംപ്ലേറ്റിൽ ഒരു റീ ഇൻവെൻഷൻ സാധ്യമാക്കാൻ മിഥുൻ മാനുവൽ തോമസിന് സാധ്യമായിട്ടുമില്ല. അത്തരമൊരു സ്പേസിലും വൈശാഖ് ട്രൈഡ് ബെസ്റ്റ്. ആക്ഷൻ കൊറിയോഗ്രാഫി നോക്കിയാലും ഗംഭീരം എന്ന നിലയിലൊന്നും ഫീൽ ചെയ്തില്ല. അവസാനത്തെ ചേസിംഗ് സീൻ കൊള്ളാമായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം അവസാനത്തെ ഒരു അരമണിക്കൂറാണ് ടർബോയിൽ ആശ്വാസമാകുന്നത്. എനർജറ്റിക് മമ്മൂട്ടി എന്നൊരു ഫാക്ടർ കൂടെയുണ്ട്. ഇത്തരം ടെംപ്ലേറ്റിൽ ഒരു റീ ഇൻവെൻഷൻ സ്ക്രിപ്റ്റിൽ അനിവാര്യമാണ് എന്ന് ഓർമ്മിപ്പിക്കുന്ന ചിത്രം കൂടെയാണ് ടർബോ. ക്ലീഷേ, ക്ലാസിക് തുടങ്ങിയ പ്രയോഗങ്ങൾ സിനിമയിൽ ഒരു സ്പൂഫ് രീതിയിലാണോ പരിഗണിച്ചത് എന്ന സംശയം കൂടെ ബാക്കിയാവുന്നു. നിങ്ങളും സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുന്നു. അപ്പോൾ മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ. ബൈ ബൈ.